Now we deal about the deletion and insertion algorithm in a two-way linked list or a doubly linked list. എങ്ങനെയാണ് delete ചെയ്യുക, എങ്ങനെയാണ് insert ചെയ്യുക. Now the algorithm for the first one is a deletion of a node in a two-way linked list. Okay. Now let the list be like this. We are having a list like this. Okay. Now let the addresses be 30, 65, 25 and 15. ഇങ്ങനെ കിടക്കുകയാണ്, റാൻഡം ആയിട്ടുള്ള അഡ്രസ്സസ് ആണ്. അപ്പോൾ ഇവിടെ എന്താ വരിക, ഇവിടെ 65 വരും, 25 വരും, ഫോർവേഡ് നോഡ്സ് അല്ലേ, പോയിന്റ്സ് ടു ദ നെക്സ്റ്റ് നോഡ്. ഇവിടെ ഒന്നുമില്ല. ഓക്കെ, ഇവിടേക്ക് എന്ത് വരും, 25 വരും. യു വിൽ ഹാവ് യർ 65, ദ പ്രീവിയസ് നോഡ്സ് 30, ഇവിടെ ഒന്നുമില്ല. ഇവിടെ സ്റ്റാർട്ട് ഉണ്ട്, യു ഹാവ് യർ സ്റ്റാർട്ട് ആൻഡ് യു ഹാവ് യർ ലാസ്റ്റ്. ലാസ്റ്റ് വിൽ കണ്ടെയ്ൻ 15 last and this will contain 30. Okay, now what are we going to do? Suppose we want to delete this node. ഈ നോഡിനെയാണ് ഡിലീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഈ നോഡ് അപ്പോൾ LOC എന്തായിരുന്നു, LOC equal to 25. So delete the node at location 25. So what do we do here? We are calling this algorithm as delete two-way list and we are passing info forward, back, start, avail and location. ഓക്കെ, ലൊക്കേഷൻ തന്നു, അതാണ് 25. അപ്പോൾ എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും? അപ്പോൾ ഇതിനെ നമുക്ക് ചെയ്യണമെങ്കിൽ എന്താ ഒന്ന് ആലോചിച്ച് നോക്കാമെങ്കിൽ, ഇതിനെ നമുക്ക് കളയണമെങ്കിൽ ഇതിൻ്റെ ഈ അഡ്രസ്സിൽ ഈ ഫോർവേഡ്, അതിൻ്റെ പ്രിസീഡിങ് നോഡ് ഇതാണ്, ഈ ഫോർവേഡിലേക്ക് 15 വരണം. ഇത് നമുക്ക് ഒഴിവാകുമ്പം ഈ 15ൻ്റെ ബാക്ക്വേർഡിലേക്ക് 65 വരണം. അതാണ് നമുക്ക് ചെയ്യേണ്ടത്. അതെങ്ങനെയാണ് നമ്മൾ ചെയ്യുക? ലെറ്റ് സി, ബാക്ക് ഓഫ് ഫോർവേഡ് ഓഫ് ബാക്ക് ഓഫ് LOC ഈസ് ഇക്വൽ ടു ഫോർവേഡ് ഓഫ് LOC. എന്താണ് ചെയ്യേണ്ടത്? LOCയുടെ ബാക്ക് എന്താണ്? 65, അതായത് ഈ നോഡ്. ഓക്കെ, ദാറ്റ് ഈസ് ഇത് ഇന്നർ ഇത് എടുക്കുക, ബാക്ക് ഓഫ് LOC. ബാക്ക് ഓഫ് LOC ഈസ് ദിസ് വൺ, ബാക്ക് ഓഫ് LOC ഈസ് 65, ദാറ്റ് മീൻസ് ദിസ് നോഡ്. അതിൻ്റെ ഫോർവേഡ്, ദാറ്റ് ഈസ് ഫോർവേഡ് ഓഫ് ദിസ് നോഡ്, ദാറ്റ് ഈസ് 25. ഈ ഭാഗത്തേക്ക് എന്താക്കണം? ഫോർവേഡ് ഓഫ് LOC. LOC എന്തായിരുന്നു? ഇത്. ഇതിൻ്റെ ഫോർവേഡ് എന്താ? 15, അതായത് ഈ നോഡ്. So you put that here, 15. Now this will point to this node. Okay, ഇനി എന്താ ചെയ്യേണ്ടത്? ഇതിൻ്റെ ഭാഗം മാറ്റണം. അതെങ്ങനെ ചെയ്യാൻ പറ്റും? You have to say forward of LOC. That is here, forward of LOC is equal to 15. അതിൻ്റെ ബാക്ക് എന്താണ്? ഇതാണ് അതിൻ്റെ ബാക്ക്. Forward of LOC is 15. This is 15. അതിൻ്റെ ബാക്ക് എന്താണ്? 25. That is forward of LOC means this node, its back is 25. ഓക്കെ, അതിൻ്റെ അകത്തേക്ക് എന്ത് വരണം? ഇവിടെ എന്ത് വരണം? ബാക്ക് ഓഫ് LOC. ബാക്ക് ഓഫ് LOC ഈസ് വാട്ട്? ഇതിൻ്റെ LOCയുടെ ബാക്കിൽ എന്താ കിടക്കുന്നത്? 65. സോ ദിസ് വിൽ ബി 65. ദാറ്റ് മീൻസ് ദിസ് പോയിന്റ്സ് ടു ദിസ് വൺ. അപ്പോൾ ഇത് രണ്ടും ബ്രേക്കായി ദിസ് നോഡ് ഇസ് ഡിലീറ്റഡ്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ നോഡിനെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ, അതായത് ഈ ലൊക്കേഷനിലുള്ള നോഡ് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഈ രണ്ട് അഡ്രസ്സസ് ആണ് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇടേണ്ടത്. അതായത് ദിസ് വിൽ പോയിന്റ് ടു ദ ഫോർവേഡ് നോഡ്, അത് ഇങ്ങോട്ട് കൊണ്ടുവരണം, ആൻഡ് ദിസ് വിൽ പോയിന്റ് ടു ദ ബാക്ക്വേർഡ് നോഡ്, അത് ഇങ്ങോട്ടും കൊണ്ടുവരണം. അതിനാണ് നമ്മളിവിടെ ഇങ്ങനെ ഉപയോഗിക്കുന്നത്. സോ ബാക്ക് ഓഫ് LOC ഈസ് 65. ദാറ്റ് മീൻസ് ദിസ് നോഡ്. ഫോർവേഡ് ഓഫ് ബാക്ക് ഓഫ് LOC, ദാറ്റ് ഈസ് ഫോർവേഡ് ഓഫ് 65, ദാറ്റ് ഈസ് ഈ ഭാഗം. അതിൻ്റെ അകത്തേക്ക് എന്തിടണം? ഫോർവേഡ് ഓഫ് LOC, ദാറ്റ് ഇസ് 15. ആ അഡ്രസ്സ് ഇട്ടാൽ മതി. 15 ഇട്ടാൽ ദിസ് പോയിന്റ്സ് ടു ദിസ് വൺ. സിമിലർലി ട്രൈ ദിസ് വൺ. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഇതിനെ ഫ്രീ നോഡ് ലിസ്റ്റിലേക്ക് അപ്പൻഡ് ചെയ്യണം. യു ഷുഡ് പുട്ട് ദിസ് ആസ് എ ഫ്രീ നോഡ് ആൻഡ് പുട്ട് ഇറ്റ് ആസ് എ ഫസ്റ്റ് നോഡ് ഇൻ അവെയിൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണ്ടേ? ഫോർവേഡ് ഓഫ് LOC ഈസ് ഈക്വൽ ടു അവെയിൽ. ഓക്കെ, ഫോർവേഡ് ഓഫ് LOC. അപ്പോൾ ഇനി അവെയിലിൻ്റെ സ്റ്റാർട്ടിങ്, ഇഫ് യു റിമെമ്പർ LOC, അവെയിൽ പോയിന്റ്സ് ടു ഓൾ ദ ഫ്രീ നോഡ്സ്. ഇത് 1 2 3 എന്നാണെങ്കിൽ ഇത് 1 ആ കിടക്കണം അവെയിൽ. അപ്പോൾ ഇപ്പം എന്താ ചെയ്യണ്ടേ? അവെയിലകത്തേക്ക് എന്തിടണം? അവെയിൽ ഷുഡ് ബി പുട്ട് ഇൻ ടു ഫോർവേഡ് ഓഫ് LOC. ഫോർവേഡ് ഓഫ് LOCയിൽ എന്താ വരിക? ഇവിടെ ഫോർവേഡ് ഓഫ് LOCയിലകത്തേക്ക് അവെയിൽ ഇടണം 1. ദാറ്റ് മീൻസ് ദിസ് പോയിന്റ്സ് ടു ദിസ് നോഡ്. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? ഇതിൻ്റെ അകത്തേക്ക് ഇതിൻ്റെ അഡ്രസ്സ് ഇട്ടാൽ മതി. സോ അവെയിൽ ഇസ് ഈക്വൽ ടു LOC. അപ്പോൾ ഇവിടേക്ക് 25 ഇട്ടു. ദാറ്റ് മീൻസ് ദിസ് പോയിന്റ്സ് ടു ദിസ് വൺ. ഇവിടേക്ക് ഇത് പോയിന്റ് ചെയ്യും ആൻഡ് ദിസ് പോയിന്റ്സ് ടു ദിസ് നോഡ്. അപ്പോൾ അത് ഫ്രീ നോഡായി. ഫ്രീ നോഡ് ആവുകയും it will be put as a first node in the available list. Understood? Okay, so that is
deletion. Now insertion. Let us see how you are going to insert a node in a two-way linked list. Suppose we are given the location LOCA and LOCB of adjacent nodes A and B in a list. And if you want to insert an item between nodes A and B, that is, I will give you how it is done. Complete ആയിട്ട് വരയ്ക്കുന്നില്ല, complete node വരയ്ക്കുന്നില്ല. ഇവിടെ ഇതേ അഡ്രസ്സ് ഇടാം, 30, 65, 25, 15 കൊടുക്കാം. ഇവിടെ എന്താ വരിക, 15 വരും, ഇവിടെ 25, ഇവിടെ 65, ഇവിടെ 25, ഇവിടെ 30, ഇവിടെ 65, ഇവിടെ ഒന്നുമില്ല. അപ്പം നമുക്ക് let it this be A node and this be B node. So this is A node and this is B node. Okay. Now what do you need? അപ്പോൾ ഇതിൻ്റെ അഡ്രസ്സ് നമുക്ക് തന്നിട്ടുണ്ട്. LOCA is equal to 65, LOCB equal to 25. ഇതിൻ്റെ ഇടയിൽ നമുക്കൊരു നോഡിനെ ഇൻസേർട്ട് ചെയ്യണം. ഇതെന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് വരിക, ഡബ്ല്യു ലിങ്ക് ലിസ്റ്റ്. ഈ അഡ്രസ്സിൻ്റെ കാര്യം അങ്ങനെയാണ് വരിക. ഇവിടെ ലാസ്റ്റ് ഉണ്ടാവും, ഞാനിവിടെ ഫസ്റ്റ് സ്റ്റാർട്ടും ഉണ്ടാവും. ഓക്കെ, സ്റ്റാർട്ടിൻ്റെ അകത്ത് യു വിൽ ഹാവ് 30. ഓക്കെ, എന്താ ചെയ്യേണ്ടത്, നമുക്ക് ഇതിൻ്റെ ഇടയിലേക്ക് ഒരു നോഡ് ഇടണം. ഇവിടേക്ക് വി ഹാവ് ടു ഇൻസേർട്ട്. സോ വാട്ട് ഡു യു ഡു? We are using the algorithm insert into a two-way linked list. You have all these addresses. Location A will give you the address of location of node A and location B will give you the address of the location of node B. You have to insert this item between the nodes A and B. Okay. ഇപ്പോൾ എന്താ ചെയ്യേണ്ടത്, നമുക്ക് നേരെ ഇവിടെ വരെ ട്രാവേഴ്സ് ചെയ്തൊന്നും വരണ്ട. നമ്മൾക്ക് എന്താ ചെയ്യേണ്ടത്, അവെയിലിൽ നിന്ന് എടുക്കണം. ഇഫ് അവെയിൽ ഇസ് ഈക്വൽ ടു നൾ ദെൻ റൈറ്റ് ഓവർഫ്ലോ. അതായത് അവെയിലിൽ നോഡ്സ് ഒന്നുമില്ല, നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റില്ല, എക്സിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ന്യൂ ഇസ് ഈക്വൽ ടു അവെയിൽ. ന്യൂ ഇസ് ഈക്വൽ ടു അവെയിൽ. ഒരു നോഡ് എടുത്തു, യു ചെക്ക് ഔട്ട് ഇൻ ദ പ്രീവിയസ് വൺ, ഐ എം നോട്ട് ഗോയിങ് ടു ടെൽ യു അഗെയിൻ. എന്നിട്ട് അവെയിൽ ഇസ് ഈക്വൽ ടു ഫോർവേഡ് അവെയിൽ. അതിൻ്റെ അർത്ഥം എന്താ, അവെയിൽ വിൽ നൗ പോയിന്റ് ടു ദ നെക്സ്റ്റ് നോഡ് ഇൻ ദ അവൈലബിൾ ലിസ്റ്റ്. ഇൻഫോ ഓഫ് ന്യൂ ഇസ് ഈക്വൽ ടു ഐറ്റം. ഞാനിവിടെ പുതിയ ഐറ്റം ഇട്ടു. ഓക്കെ, ന്യൂവിൻ്റെ അഡ്രസ്സ് ഇവിടെ ഒരു 100 കിടക്കട്ടെ. ഓക്കെ, ഇനി എന്താണ് ചെയ്യേണ്ടത്, നമുക്ക് വേണ്ടത് വാട്ട് ഷുഡ് ഹാപ്പൻ, ഈ ഭാഗത്ത് 100 വരണം, ഷുഡ് പോയിന്റ് ഹിയർ. ഇവിടെ 25 വരണം, സോ ഇറ്റ് ഷുഡ് പോയിന്റ് ഹിയർ. കുറച്ചുകൂടെ മാറ്റങ്ങൾ വരാണ്ട്, കൂടുതൽ ചേഞ്ചസ് വരണം. അപ്പോൾ ഇവിടെ എന്ത് വരണം, 100 വരണം. ദാറ്റ് ഈസ് ദിസ് പോയിന്റ്സ് ടു ദിസ് വൺ. ഇവിടെ എന്ത് വരണം, 65 വരണം. സോ അത്രയും ചേഞ്ചസ് വരുത്താണ്ട് 4 ചെയ്യാനുണ്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, ഫോർവേഡ് ഓഫ് LOC ഓഫ് A. LOC ഓഫ് A ഇസ് LOCA എന്താണ്, 65. അതിൻ്റെ ഫോർവേഡ് എന്താ, 25. അതിൻ്റെ അകത്തേക്ക് എന്തിടണം, ന്യൂ ഇടണം. ന്യൂ എന്താ, 100. സോ യു ആർ ഗോയിങ് ടു പുട്ട് ഹിയർ 100. നൗ ദിസ്, ഈ ലിങ്ക് പോയി, ഇനി ഇത് ഇങ്ങോട്ട് പോയിന്റ് ചെയ്തു. ഓക്കെ, ഇനി എന്താ, ഫോർവേഡ് ഓഫ് ന്യൂവിൻ്റെ അകത്തേക്ക് എന്തിടണം, LOC ഓഫ് B. ഫോർവേഡ് ഓഫ് ന്യൂ, ഇതാണ് ന്യൂ, ദിസ് ഇസ് ന്യൂ. ഇതിൻ്റെ ഫോർവേഡിലേക്ക് എന്തിടണം, LOC ഓഫ് B, ദാറ്റ് ഇസ് 25. LOC ഓഫ് B എന്താ, 25. സോ യു ഹാവ് ടു പുട്ട് ഹിയർ 25. ദാറ്റ് മീൻസ് വാട്ട്, നൗ ദിസ് പോയിന്റ്സ് ടു ദിസിനോട് ഒരു ലിങ്ക് ഉണ്ടാക്കി. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്, ബാക്ക് ഓഫ് LOCBയുടെ അകത്തേക്ക് എന്തിടണം, ന്യൂ ഇടണം. ഇപ്പോൾ LOCB is 25, അതിൻ്റെ ബാക്കിലേക്ക് you have to put new. That means you're going to put here 100. Now this points to this node. Okay, ഇത് പോയി. ഇനി എന്ത് ചെയ്യണം, ബാക്ക് ഓഫ് ന്യൂവിൻ്റെ അകത്തേക്ക് LOC ഓഫ് A. ബാക്ക് ഓഫ് ന്യൂ, ദിസ് ഇസ് ന്യൂ, അതിൻ്റെ ബാക്ക് ഓഫ് ന്യൂവിലേക്ക് എന്തിടണം, LOC ഓഫ് A, ദാറ്റ് ഇസ് 65. യു പുട്ട് ഹിയർ 65. Now that means this points to this node. സോ ഈ 2 ലിങ്കുകളും കളഞ്ഞിട്ട് പുതിയ 4 ലിങ്കുകൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. സോ ഇപ്പോൾ ഇതിൻ്റെ എളുപ്പം മനസ്സിലായി. നമുക്ക് ഈ 2 അഡ്രസ്സ് കിട്ടിയാൽ ഈ പോയിന്റേഴ്സ് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. എന്നാൽ വൺ വേ ലിങ്ക് ലിസ്റ്റിലാണെങ്കിൽ നമ്മൾ ഇവിടം വരെ എത്തിക്കണം, എന്നിട്ട് ഇത് സേവ് അടിക്കണം, ഇത് പോയിന്റർ ആയിരിക്കണം, എന്നിട്ട് സേവ് വെച്ചിട്ട് ആ പ്രിസീഡിങ് നോഡ് കിട്ടുക. സോ ദാറ്റ് ഈസ് വൺ ഡിഫിക്കൽട്ട് പാർട്ട് യൂസിങ് എ സിംഗ്ലി ലിങ്ക് ലിസ്റ്റ്. വെയർആസ് ഇൻ എ ഡബ്ലി ലിങ്ക് ലിസ്റ്റ് ദോ യു ഹാവ് ടു മെയിൻറ്റെയിൻ. ഇതിൻ്റെ അഡ്വാൻറ്റേജ് ഇങ്ങനെയാണെങ്കിലും ഡിസഡ്വാൻറ്റേജസ് കുറേ ഉണ്ട്. എക്സ്ട്രാ കുറേ പോയിന്റേഴ്സ് വരുന്നുണ്ട്. Space will be taken up for
storing extra pointers. So that is a disadvantage. അപ്പോൾ നിങ്ങൾ disadvantages ഒന്ന് check ചെയ്യുക. Advantages and disadvantages of using a doubly linked list. You check out and make a note on that. Okay.